ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് ഞാനും അമ്മയും പ്രഭുചേട്ടനും അനിയനും കൂടെ ഒരു അമ്പലത്തിൽ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, നീ ഇവിടെ വീഡിയോ എടുത്ത് നിന്നോ, അമ്പലത്തിൻ്റെ നടവേഗം കിടക്കും, ഇപ്പോൾ വന്നില്ലെങ്കിൽ തൊഴാൻ പറ്റില്ല എന്നാണ് അമ്മ പറഞ്ഞത്. എനിക്ക് ഒറ്റയ്ക്ക് കൊടുക്കാൻ അറിയില്ലെങ്കിലും വീട്ടിലാരെങ്കിലും കുടിപ്പിച്ച് തന്നാൽ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള വസ്ത്രങ്ങളുണ്ട്, സാരി സെറ്റ് മുണ്ടൊക്കെ. സാരി കൊടുത്തിട്ട് അമ്മേനെയാണോ സെറ്റ് മുണ്ട് എടുത്തിട്ട് എന്നെയാണോ കൂടുതൽ ഭംഗിയെന്നാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞതും നല്ല മഴ പെയ്യാൻ തുടങ്ങി. നമുക്ക് ഫ്രണ്ടിൽ പോണ വണ്ടികളൊന്നും കറക്റ്റായിട്ട് കാണണ്ടായിരുന്നില്ല, അത്രയും വലിയ മഴയായിരുന്നു. കുറേ ദിവസമായിട്ട് പാലക്കാട് എന്താ പറയുക, രാത്രിയാകുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള മഴയും പകൽ നല്ല സഹിക്കാൻ പറ്റാത്ത വെയിലുമാണ് കേട്ടോ. കുറച്ച് ദൂരം കഴിഞ്ഞതും മഴയൊക്കെ പോയിട്ട് അമ്മേരെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ തീരെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുകൂടെ പോകുമ്പോൾ അമ്മ എപ്പോഴും പറയും, ഞാൻ ഇതുകൂടെയാണ് സ്കൂളിൽ പോയത്, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അതുകൂടെയാണ് അമ്മേനെ ഏട്ടൻ കൈ പിടിച്ച് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ ഓരോ കഥകൾ അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു. കുറച്ച് കഴിയുമ്പോൾ അമ്പൂന് ചെറുതായിട്ട് പനിക്കുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് മുമ്പ് അധികം ഉണ്ടായിരുന്നില്ല, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും മരുന്ന് കൊടുത്തിട്ടാണ് ഞാൻ അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ടെമ്പറേച്ചർ കൂടി അവനങ്ങനെ ഭയങ്കര സൈലൻ്റായി ഒരു മൂലയ്ക്ക് പോയിരുന്നു. പിന്നെ ഞാനങ്ങനെ അവൻ്റെ അടുത്ത് ഇരുന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൽ ഇങ്ങനെ പ്രസാദം കിട്ടും, താളിച്ച ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കിട്ടുക. പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ ഇവന് പനിയെ കാരണം കൊണ്ട് എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചെത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്ര ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സി യു.